സുഹൃത്തുക്കളെ, ശ്രീ ഹോം ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതം സീരീസിൽ അടുത്തതായി നമ്മൾ ദുര്യോധനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. കഥയിലേക്ക് കടക്കാം. സ്പർദ്ധയും വൈരാഗ്യ ബുദ്ധിയും ദുര്യോധനൻ്റെ കൂടെപ്പിറപ്പുകളായിരുന്നു. ഒരിക്കലും അടങ്ങാത്തവയായിരുന്നു അവ രണ്ടും. എണ്ണമറ്റ ശത്രുക്കളെയും മിത്രങ്ങളെയും അവ നശിപ്പിച്ചു. മാത്രമല്ല ദുര്യോധനനെ തന്നെയും. ബാല്യത്തിൽ തന്നെ ആ ദുർഗുണങ്ങൾ പ്രകടമായി. ഹസ്തിനപുരത്തിലെ കൊട്ടാരമാണ് രംഗം. അവിടെ കൗരവന്മാരുണ്ട്, പാണ്ഡവന്മാരുണ്ട്. ഇരുകൂട്ടരും ഭീഷ്മരുടെ സംരക്ഷണയിലുമാണ്. കൗരവന്മാരിൽ മൂത്തവനാണ് ദുര്യോധനൻ. പാണ്ഡവന്മാരിൽ രണ്ടാമൻ ഭീമനും. അമിതമായ ശക്തി ഭീമനുണ്ട്. അവൻ കൗരവന്മാരെ ഉപദ്രവിക്കും. ചിലരെ തലമുടിയിൽ പിടിച്ച് വലിച്ചഴയ്ക്കും. മറ്റു ചിലവരെ കൂട്ടിപ്പിടിച്ച് തലകൾ തമ്മിൽ ഇടിക്കും. വേറെ ചിലരെ നിലത്ത് വീഴ്ത്തി മണ്ണിൽ വലിച്ചഴയ്ക്കും. അങ്ങനെ പല തോന്നിയാസങ്ങളും പ്രവർത്തിക്കും. കൗരവന്മാർക്കെല്ലാം പാണ്ഡവരോട് വിരോധമുണ്ടായി. ഏറ്റവും കടുത്ത വിരോധം ഭീമനോടുമാണ്. ഭീമൻ്റെ ഉപദ്രവങ്ങൾക്ക് ഒരു അറുതി വരുത്തണം. അതായി ദുര്യോധനൻ്റെ നിശ്ചയം. ചതിപ്രയോഗം കൊണ്ട് മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ. അക്കാര്യം ദുര്യോധനന് അറിയാം. അയാൾ പല പരിശ്രമങ്ങളും നടത്തി ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ, നദീജലത്തിൽ മുക്കിക്കൊല്ലാൻ. പക്ഷേ അവയിൽ നിന്നൊക്കെ ഭീമൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കാലം കഴിയുന്തോറും ദുര്യോധനൻ്റെ പക വർദ്ധിച്ചു വന്നു. വല്ല വിധേനയും ഭീമനെ ഇല്ലായ്മ ചെയ്തേ കഴിയൂ. മാത്രമല്ല ഭീമൻ്റെ സഹോദരന്മാരെയും. തനിക്ക് രാജാവായി വാഴണം, അതാണ് ദുര്യോധനൻ്റെ ആഗ്രഹം. ഒരിക്കൽ ദുര്യോധനന് ഒരു അറിവ് കിട്ടി. യുധിഷ്ഠിരൻ്റെ അഭിഷേകം നടത്താൻ ഭീഷ്മർ ആലോചിക്കുന്നു. പാണ്ഡവന്മാരിൽ മൂത്തവനാണ് യുധിഷ്ഠിരൻ. മറ്റൊന്നും ദുര്യോധനൻ അറിയാതിരുന്നില്ല. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പാണ്ഡവന്മാരോടാണ് പ്രിയം. പാണ്ഡവന്മാർ ധർമ്മിഷ്ഠരാണത്രേ. കൗരവ പിതാവ് ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണ്. അതിനാൽ അദ്ദേഹത്തിന് സിംഹാസനം നൽകപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ പാണ്ഡു രാജാവായി. പാണ്ഡു ചരമം പ്രാപിച്ചതിന് ശേഷമോ ജ്യേഷ്ഠൻ്റെ പുത്രനാണ് രാജാവാകേണ്ടത്, അനുജൻ്റെ പുത്രനല്ല. അതാണ് ദുര്യോധനൻ്റെ ഉറച്ച അഭിപ്രായം. ജ്യേഷ്ഠൻ്റെ പുത്രൻ ആരാണ്? താൻ തന്നെ. യുധിഷ്ഠിരന് തന്നെക്കാൾ അല്പം പ്രായക്കൂടുതലുണ്ട്. എങ്കിലും തനിക്കാണ് രാജ്യാവകാശം ലഭിക്കേണ്ടത്. അച്ഛ, ഞാൻ ഏതു വിധവും എൻ്റെ അവകാശം പിടിച്ചെടുക്കും. പാണ്ഡവർമാർ ഇവിടെ ഇല്ലാതിരുന്നാലോ? എനിക്കത് കുറച്ചുകൂടി എളുപ്പമാകും. അച്ഛൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണം. എന്നിട്ട് അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കണം. ഒരിക്കൽ ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. മകനെ, അതുതന്നെയാണ് എൻ്റെയും മനസ്സിലിരിക്കുന്നത്. പക്ഷേ ഭീഷ്മരും ദ്രോണരും വിതുരനും അത് സമ്മതിക്കുകയില്ല. ആലോചിച്ചിട്ട് വേണം നാം പ്രവർത്തിക്കാൻ. ധൃതരാഷ്ട്രർ അഭിപ്രായപ്പെട്ടു. അച്ഛനൊരു മനോവിഷമവും വേണ്ട. ഞാൻ സംഗതികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഭീഷ്മർ നിഷ്പക്ഷത പാലിക്കും. ദ്രോണപുത്രർ അശ്വത്ഥമാവ് എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ആ സ്ഥിതിക്ക് ഗുരു എനിക്കെതിരായിരിക്കുകയില്ല. വിതുരനാണെങ്കിൽ എനിക്ക് നിസ്സാരനുമാണ്. ദുര്യോധനൻ ചൂണ്ടിക്കാട്ടി. ധൃതരാഷ്ട്രർ പുറമേ ഒന്ന് നടിച്ചു. പാണ്ഡവന്മാരുടെ നന്മയാണ് തൻ്റെ പരമലക്ഷ്യമെന്ന്. അദ്ദേഹം അവർക്ക് പാതിരാജ്യം നൽകി. വാരണാവതം അതിൻ്റെ തലസ്ഥാനമാക്കി. അവരെ വാരണാവതത്തിലേക്ക് പറഞ്ഞയച്ചു. ദുര്യോധനൻ എന്താണ് പറഞ്ഞു വരുത്തിയത്? തൻ്റെ രാജ്യഭാഗത്തിൽ താൻ സംതൃപ്തനാണെന്ന്. അതേസമയം ഉദ്ദേശം എന്തായിരുന്നു? പാണ്ഡവന്മാരുടെ രാജ്യഭാഗം കൈയടക്കണം. അതിന് തൻ്റെ രാജ്യഭാഗത്തോട് ചേർക്കണം. അപ്പോൾ പഴയ രാജ്യം മുഴുവൻ തൻ്റെ വകയാകും. ദുര്യോധനന് വിശ്വസ്തനായ ഒരു ഉപദേശകനുണ്ട്. അമ്മ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി. കൗടില്യം ശകുനിയേക്കാൾ കൂടുതൽ മറ്റാർക്കുമില്ല. വത്സ, ഞാൻ ചൂതാട്ടം നല്ലപോലെ അഭ്യസിച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ കള്ളക്കളി കളിക്കുകയും ചെയ്യും. നീ യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കണം. നിനക്ക് വേണ്ടി ഞാൻ കളിച്ചു കൊള്ളാം. ഞാൻ അവനെ തോൽപ്പിക്കും. അവൻ സകലതും നിനക്ക് പണയം വയ്ക്കും. ശകുനി ഉപായം വെളിപ്പെടുത്തി. ഉപായം ഒന്നാം തരമെന്ന് ദുര്യോധനന് തോന്നി. അയാൾ യുധിഷ്ഠിരനെ ചൂതിന് വെല്ലുവിളിച്ചു. യുധിഷ്ഠിരൻ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തു. ചൂതാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനിടയ്ക്ക് ദുര്യോധനന് ചില ഉപദേശങ്ങൾ കിട്ടുകയായി. ആവശ്യപ്പെടാത്ത ഉപദേശങ്ങളായിരുന്നു അവ. ഭീഷ്മർ, ദ്രോണർ, കൃപർ അവരാണ് ഉപദേശിച്ചതും. അവർ പാണ്ഡവന്മാരുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. ധർമ്മത്തെക്കുറിച്ച് നീണ്ട പ്രസംഗങ്ങൾ ചെയ്തു. തന്നെ തരം താഴ്ത്തുകയാണ് അവർ ചെയ്യുന്നത്. അക്കാര്യം ദുര്യോധനൻ മനസ്സിലാക്കി. എങ്കിലും മനസ്സിലായില്ല എന്ന് ഭാവിച്ചു. അവരെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അവരോട് ദുര്യോധനന് അത്ര ബഹുമാനമുണ്ട്. അവർ പോലും വിതുരനിൽ നിന്ന് പലതും പഠിച്ചിരുന്നു. വിതുരന് മാത്രം ദുര്യോധനന് പുച്ഛമാണ്. അതോടുകൂടി വെറുപ്പം. വിതുരനാണെങ്കിൽ പറയേണ്ടത് പറയും. ആരോടായാലും ശരി. തെറ്റി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ചൂതുകളി നിശ്ചയിച്ചില്ലേ? അപ്പോൾ വിതുരർ പറഞ്ഞു. ദുര്യോധന, ഈ സംരംഭം മതിയാക്കണം. അല്ലാത്ത പക്ഷം ഫലം യുദ്ധമായിരിക്കും. യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കും. അവർ ധർമ്മിഷ്ഠന്മാരാണ്. അക്കാര്യം എപ്പോഴും ഓർമ്മിക്കണം. ഈ ഉപദേശം ദുര്യോധനന് ഏറ്റവും അനാവശ്യമായി തോന്നി. വിതുരരെ, അങ്ങ് എപ്പോഴും പാണ്ഡവന്മാരെ പുകഴ്ത്തി പറയുന്നു. ഞങ്ങളെ തരം താഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ അച്ഛനാണ് അങ്ങേക്ക് ചോറ് തരുന്നത്. എന്നിട്ടും അങ്ങയുടെ കൂറ് എൻ്റെ ശത്രുക്കളോടാണ്. പാല് കൊടുത്ത് കയ്യിൽ കൊത്തുന്ന പാമ്പിനെ പോലെയാണ് അങ്ങ്. അന്യരുടെ കാര്യത്തിൽ തലയിടരുത്. പറഞ്ഞേക്കാം. ഞാൻ ആവശ്യപ്പെടുമ്പോൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ദുര്യോധനൻ അവഹേളിച്ചു. ദുരാഗ്രഹിയായ ദുര്യോധനന് ദുർമതിയായ ശകുനിയുണ്ട് സഹായത്തിന്. ശകുനി കള്ളക്കളി കളിച്ച് ചൂത് ജയിച്ചു. ദുര്യോധനൻ പാണ്ഡവന്മാരുടെ സർവസ്വവും കൈക്കലാക്കി.
അതിനുശേഷം അവരെ കാട്ടിലേക്ക് അയച്ചു. ഏറ്റവും ദീർഘമായിരുന്നു അവരുടെ വനവാസം. അതുകൊണ്ടും ദുര്യോധനൻ്റെ അരിശം തീർന്നില്ല. അയാൾ വനത്തിൽ വെച്ചും അവരെ ദ്രോഹിച്ചു. അവരെ വധിക്കാനായി പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു. അവർ അവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. അതോ ശ്രീകൃഷ്ണൻ്റെ അദൃശ്യമായ സഹായം കൊണ്ടും. 13 വർഷം കഴിഞ്ഞ് പാണ്ഡവന്മാർ മടങ്ങി വന്നു. അയാൾ പിടിച്ചെടുത്തതെല്ലാം അവർ തിരിച്ചു ചോദിച്ചു. സ്വയമേ കൊടുത്തില്ലെങ്കിൽ ബലം പ്രയോഗിച്ചെടുക്കും. അവർ അക്കാര്യം തെളിച്ചു പറയുകയും ചെയ്തു. ബലപ്രയോഗത്തിന് മുൻപ് പാണ്ഡവന്മാർ ഒരു ദൂതനെ നിയോഗിച്ചു. രക്ഷകനായ ശ്രീകൃഷ്ണനായിരുന്നു ദൂതൻ. ശ്രീകൃഷ്ണൻ ദുര്യോധനെ ചെന്ന് കണ്ടു. ഭഗവാൻ സഭയിൽ വെച്ച് ഒരു അഭ്യർത്ഥന നടത്തി. പാണ്ഡവന്മാർക്ക് പാതി രാജ്യം നൽകണമെന്ന്. പക്ഷേ ദുര്യോധനൻ തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു. കൃഷ്ണ, പാണ്ഡവന്മാർ ചൂതിൽ തോറ്റത് എൻ്റെ കുറ്റമാണോ? തോറ്റവർ ജയിച്ച ആൾക്ക് അടിയറ വെച്ചു, അത്രയേ ഉള്ളൂ. അവരുടെ അവകാശങ്ങൾ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനാണ് നിങ്ങളുടെ ശ്രമം. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു, ഞാൻ ആരുടെ മുൻപിലും തലകുനിക്കുകയില്ല. അവർ എത്ര കേമന്മാരായാലും ശരി, ദുര്യോധനൻ ഭീരുവല്ല എന്നത് മറക്കരുത്. എന്തു തന്നെ സംഭവിച്ചു കൊള്ളട്ടെ, എൻ്റെ രാജ്യത്തിൽ ചെറിയൊരു ഭാഗം പോലും പാണ്ഡവന്മാർക്ക് കിട്ടുകയില്ല. അക്കാര്യം നേരെ ചെന്ന് അവരോട് പറഞ്ഞേക്കൂ. അതിനുശേഷം ദുര്യോധനൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. അയാൾ ദ്രോണരിൽ നിന്നാണ് യുദ്ധശാസ്ത്രം അഭ്യസിച്ചിരുന്നത്. പാണ്ഡവന്മാരും അതുതന്നെയാണ് ചെയ്തിരുന്നത്. പഠിച്ചതെല്ലാം പ്രയോഗത്തിൽ വരുത്തുക, അതാണ് ദുര്യോധനൻ്റെ ഇപ്പോഴത്തെ സംരംഭം. അയാൾ തന്നെ സകലത്തിലും മേൽനോട്ടം വഹിച്ചു. തേരുകൾ, പടയാനകൾ, പടക്കുതിരകൾ, കാലാളുകൾ അവയൊക്കെ അസംഖ്യമായി അണിനിരന്നു. ആജ്ഞകൾ പാലിക്കാനായി അനേകൻ മഹാരഥന്മാരുണ്ട്. ഭീഷ്മർ, കർണൻ, ജയദ്രഥൻ, അശ്വത്ഥമാവ്, ശല്യർ, കൃപർ മുതലായവർ. മാത്രമല്ല അനുജനായ ദുശാസനനും. കൗരവരിൽ രണ്ടാമനായ ദുശാസനൻ ദുഷ്ടനാണ്. എങ്കിലും അയാൾ ജ്യേഷ്ഠനെ അങ്ങേയറ്റം സ്നേഹിച്ചു. ജ്യേഷ്ഠൻ്റെ ആജ്ഞ ഒരിക്കൽ പോലും ധിക്കരിച്ചില്ല. തനിക്കുള്ള സർവസ്വവും ജീവൻ പോലും ദുര്യോധനന് വേണ്ടി ബലികഴിക്കാൻ തയ്യാറുമാണ്. അയാളുടെ സ്നേഹം എത്രയോ തവണ പ്രകടമായിട്ടുണ്ട്. അവയൊന്നും ദുര്യോധനൻ മറന്നിട്ടുമില്ല. ഒന്ന് പ്രത്യേകമായിരുന്നു ഒരു സംഭവം. കൗരവന്മാർ വനത്തിലേക്ക് പോയി. വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാരെ ഇല്ലായ്മ ചെയ്യണം. അവർ ശത്രുതയുള്ള കുറേ ഗന്ധർവന്മാരെ കണ്ട് അവരോട് യുദ്ധം ചെയ്തു. കൗരവന്മാർ തോറ്റെന്ന് മാത്രമല്ല, ഗന്ധർവന്മാരുടെ തടവുകാരുമായി. ഒടുവിൽ അവർ മോചിതരായതോ പാണ്ഡവന്മാർ ഇടപെട്ടതുകൊണ്ട് മാത്രം. തനിക്ക് പാണ്ഡവന്മാർ മുഖാന്തിരം ജീവരക്ഷ ഉണ്ടാകുക, അതിൽ പരം ലജ്ജാകരമായി ദുര്യോധനന് മറ്റൊന്നും കണ്ടില്ല. അഭിമാനികളിൽ മുൻപനായിരുന്നു അയാൾ. മറ്റുള്ളവർക്ക് അയാളോട് കടപ്പാടുകളുണ്ട്, അയാൾക്ക് മറ്റുള്ളവരുടെ കടപ്പാടുകളില്ല. ദുശാസന, പാണ്ഡവരിൽ നിന്ന് സഹായം ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം എന്തെന്നോ? ഭൂമി പിളർന്ന് എന്നെ വിഴുങ്ങുക. ഈ നാണക്കേടോടുകൂടി ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു. നീ എനിക്ക് പകരം രാജാവായി വാണുകൊള്ളൂ. ദുര്യോധനൻ അനുജനോട് പറഞ്ഞു. അത് കേട്ട് ദുശാസനൻ പൊട്ടിക്കരഞ്ഞു. ദുര്യോധനന്റെ കാൽക്കളി വീണ് വിങ്ങിക്കൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച സിംഹാസനം ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ജ്യേഷ്ഠൻ ദീർഘായുസോടെ സുഖമായി ജീവിച്ചിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കണ്ടില്ലേ ദുശാസനന്റെ സഹോദര സ്നേഹം? മറ്റനുജന്മാരും ദുശാസനനെ പോലെ തന്നെ. ദുര്യോധനന്റെ ഇച്ഛ അവർക്ക് ആജ്ഞയ്ക്കൊപ്പമാണ്. ജ്യേഷ്ഠന്റെ ഏറ്റവും പ്രധാനമായ സംരംഭമാണിത്, അതായത് പാണ്ഡവന്മാരോടുള്ള യുദ്ധം. എല്ലാവരും ജ്യേഷ്ഠന്റെ സഹായത്തിനായി അണിനിരന്നു. സൈന്യം സജ്ജമാക്കുന്നതിൽ, യുദ്ധം നടത്തുന്നതിൽ അതിസമർത്ഥനാണ് ദുര്യോധനൻ. അതേസമയം വിശ്രുതനായ പടയാളിയും. തേരിലിരുന്നു കൊണ്ടുള്ള യുദ്ധമായാലും ശരി, കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടുള്ള യുദ്ധമായാലും ശരി, ഒന്നുപോലത്തെ വൈദഗ്ധ്യമുണ്ട്. ഖഡ്ഗം, ശരം, കുന്തം, അതെന്തിന് എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയാം. ഗദായുദ്ധത്തിലാകട്ടെ ഒരേ ഒരാൾ മാത്രമാണ് ദുര്യോധന സമാനായിട്ടുള്ളത്. ആ ആൾ ഭീമനുമാണ്. ദുര്യോധന ഏറ്റവും വിരോധമുള്ള ഭീമൻ. ആരിൽ നിന്നാണ് ദുര്യോധനൻ ഗദായുദ്ധം പരിശീലിച്ചത്? ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലഭദ്രനിൽ നിന്ന്. ശിഷ്യന്റെ സാമർത്ഥ്യത്തിൽ ബലഭദ്രന് പൂർണ്ണമായ വിശ്വാസവും ഉണ്ടായിരുന്നു. ഭീമനുമായി ഉണ്ടാകുന്ന ഗദായുദ്ധത്തിൽ ദുര്യോധനൻ തോറ്റുപോകും. പക്ഷേ അതിന് കാരണം ദുര്യോധനന്റെ കഴിവുകേടായിരിക്കുകയില്ല, പിന്നെയോ ഭീമന്റെ ചതുപ്രയോഗം. പ്രിയപ്പെട്ടവരെ, ദുര്യോധനന്റെ കഥയുടെ 1ാം ഭാഗം ഇവിടെ പൂർണ്ണമായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണാനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.